എന്നാൽ പിന്നെ ഈ കുഞ്ഞു കൈ വെച്ച് തന്നെയാവാം നമുക്ക് ഇന്നത്തെ തുടക്കം അല്ലേ? വരച്ചു തുടങ്ങിയപ്പോൾ ഇത് എന്തായി തീരും എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ആദ്യമേ നമ്മൾ ഈ വരച്ചേക്കും പോലെ കോർണറിലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിൽ നിന്ന് കുറച്ച് ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ട് അതിനെല്ലാം ഡിവൈഡ് ചെയ്യാം. ഇനി ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്ന കോളങ്ങളുടെ എഡ്ജസ് ഒക്കെ ഒന്ന് കർവ് ചെയ്ത് ഇതേപോലെ ഒരു ഷേപ്പാക്കി എടുക്കാം. സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ ചെയ്തു നോക്കുന്നവർക്കറിയാം ഇത് എത്രത്തോളം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അത്യാവശ്യം നല്ല ടൈമും ശ്രദ്ധയും ഇതിലേക്ക് വേണ്ടതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് ടൈം കിട്ടുവാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ടൈമിലിരിക്കുന്ന അമ്മമാർക്കോ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പോസ്റ്റ്മോർട്ടം ടൈമിൽ എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലാതെ എനിക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ ജസ്റ്റ് സെൻറ്റാങ്കിൾ ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പോസ്റ്റ്മോർട്ടം ടൈമിൽ കുഞ്ഞിൻ്റെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കായിട്ട് കണ്ടെത്താവുന്ന ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഒരു സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. റോസപ്പൻ തന്നെ നടക്കാറായപ്പോഴാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. സെൻറ്റാങ്കിൾ തെറാപ്പി എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. പറഞ്ഞ് നമ്മൾ എവിടേക്കോ പോയി. അടുത്ത നമ്മൾ കർവ് ചെയ്ത് കൊടുത്ത എല്ലാ ബ്ലാങ്ക് കോളംസും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ട റെഫറൻസ് പിക്കിലെ അതേ കളർ ഷെയ്ഡ്സാണ് കൊടുത്തിരിക്കുന്നത്. കയ്യിലിരിക്കുന്ന കളർ പെൻസിൽ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് കളർ കൊടുത്തു കഴിയുമ്പോൾ അതത്ര നന്നാവില്ലായിരിക്കും എന്നൊരു സംശയം എനിക്കുണ്ടാവാതിരുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ ചെയ്യുന്നവർക്കറിയാം ഇത് എത്രത്തോളം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ പിന്നെ ഒരു 1.5 വയസ്സുള്ള കുട്ടിയും കൂടെ ഉള്ളപ്പോൾ ഊഹിക്കാലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ പിന്നെ ഇത്ര കഷ്ടപ്പെട്ടത് ചെയ്യുന്നതെന്ന്. എന്നെപ്പോലെ ഒരു വില കൊടുക്കേണ്ടാത്ത പല കാരണങ്ങളും കണ്ടുപിടിച്ച് അത് ആലോചിച്ചിരുന്ന് കരയുന്ന സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ പിന്നെ പോസ്റ്റ്മോർട്ടം ടൈമിലൊക്കെ ഒരു മീ ടൈം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പോസ്റ്റ്മോർട്ടം ടൈമിൽ ഞാൻ എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളിലൊന്നാണ് യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയതും ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്ന് പ്രൊഫഷണൽ മോഡ് ഓണാക്കിയതും. ഒട്ടും പ്രതീക്ഷിച്ചില്ലെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസ് ആയി കിട്ടിയിട്ടുണ്ട്. തമാശയായിട്ട് തുടങ്ങിയ ആ അക്കൗണ്ടെല്ലാം മോണിറ്റൈസ് ആയപ്പോൾ ഒന്ന് സീരിയസ് ആക്കിയാലോ എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയും കൂടി ഉള്ളപ്പോൾ ഒരു വീഡിയോ എടുത്ത് 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റുള്ള ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കുഞ്ഞു മക്കളുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവുന്നതാണ്. അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിന്ന് $0.1 കയറി കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സംതൃപ്തി ചിലപ്പോൾ മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കുഞ്ഞു റോസപ്പനെയും കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. അപ്പോൾ ശരിയെന്നാ.